വെൽക്കം ടു ഡേ 4 ഓഫ് ദി ജേർണലിംഗ് സിറ്റുവേഷൻ. ആൻഡ് ഇന്ന് പുറത്തോട്ട് പോകുന്നതിനെക്കാട്ടും മുമ്പ് ഞാൻ വിചാരിച്ചു എന്തായാലും 3 ദിവസമായിട്ട് വ്ളോഗ് എടുക്കണു, കുറേ അവിടെ ഉണ്ട് ഇവിടെ ഈ സാധനം ഉണ്ട് എന്നൊക്കെ ഞാൻ പറയാനുണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് ഇന്ന് കുറച്ച് ചില്ലായി നമുക്ക് ഞാൻ എന്തൊക്കെ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത്, എന്തൊക്കെ സാധനങ്ങൾ ഞാൻ മേടിച്ചു, അതെല്ലാം പറയാം. ആൻഡ് അതിൽ എൻ്റെ ലൈഫ് ലോങ് ഡ്രീമാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സാധനം. സോ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ പറയാമെന്ന് വിചാരിച്ചു. ആൻഡ് യാ, ലെറ്റ്സ് ഗോ. ഓക്കെ, ബിഫോർ ഐ സ്റ്റാർട്ട് ഒരു ക്വിക്ക് ഡിസ്ക്ലെയിമർ പോലെ, യു ഡോണ്ട് നീഡ് എനി ഓഫ് ദിസ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട്. ഓൾ യു നീഡ് ഇസ് ദിസ് ഗൈ റൈറ്റ് ഹിയർ. ഈ ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വ്ളോഗ് എടുക്കാം. മുടി എന്തി കാണണേ, നല്ല സുഖമുണ്ട്. ഈ ഒരൊറ്റ സാധനം കൊണ്ട് നിങ്ങൾക്ക് 99% ഓഫ് ദ വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മിക്ക വ്ളോഗേഴ്സിൻ്റെ കയ്യിലും ഈ ഒറ്റ സാധനം ഉണ്ടാവുള്ളൂ, ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ. അത് ഐഫോൺ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് ഞാനൊരു മണ്ടത്തരം കാണിച്ച് മേടിച്ചതാണ്. ബട്ട് ഇഫ് യു ഹാവ് ലൈക്ക് എ നോർമൽ സ്മാർട്ട് ഫോൺ, ഇപ്പോൾ 2025 ഇറങ്ങുന്ന, ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ടു സ്റ്റാർട്ട് എ വ്ളോഗിങ് ചാനൽ. ദാറ്റ്സ് ഓൾ യു നീഡ്. ഈ സാധനങ്ങളൊക്കെ എൻ്റെ ക്രേസ് ആയതുകൊണ്ടാണ്. ഇൻ ടു ഫോട്ടോഗ്രാഫി. ഞാൻ ചെറുപ്പം തൊട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതൊക്കെ ഒരു ഡ്രീം ആസ്പിറേഷൻ തിങ്സൊക്കെ ആയിരുന്നു എനിക്ക്. ഇപ്പോൾ മറ്റേ അഡൽട്ട്സൊക്കെ അവരുടെ ചൈൽഡ്ഹുഡ് ഡ്രീംസൊക്കെ ലിവ് ചെയ്യുന്നു എന്ന് പറയണ പോലെ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ. സോ ഐ എം ലക്കി ടു ഹാവ് ഓൾ ദിസ്, ബട്ട് ട്രസ്റ്റ് മീ, യു ഡോണ്ട് നീഡ് എനി ഓഫ് ദിസ്. ഓക്കെ, സോ നമ്മൾ പാസ്റ്റിലേക്ക് ആദ്യം പോയിട്ട് ഫ്യൂച്ചറിലേക്ക് വരാം. ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ യു ദിസ് ഫോൺ റൈറ്റ് ഹിയർ. ഫോക്കസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ, ബട്ട് ദിസ് ഫോൺ എക്സ്പീരിയ P ആണ്. ഭയങ്കര ഫേമസ് ആയിരുന്നൊരു ഫോണാണ്, അന്നത്തെ കാലത്തുള്ളവർക്കറിയാം. ആൻഡ് ഇത് എടുക്കാൻ കാരണം, ഈ ക്യാമറയുടെ കഥയിലും വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെയാണ് എൻ്റെ ഫോട്ടോഗ്രാഫി തുടങ്ങിയത്, ഈ ഒരു ഫോണിൽ. ഇതിനകത്ത് മറ്റേ ഫോക്കസ് ബട്ടൺ ഉണ്ട്, നല്ലൊരു ക്യാമറ ഉണ്ട്. ആൻഡ് എക്സ്പീരിയ P ഈസ് റിയലി എക്സ്പെൻസീവ് ടു. അപ്പോൾ ഞാൻ റിച്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞ് മുമ്പ് വെയിറ്റ് ഇതെൻ്റെ ഫോണല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ്. ഫ്രണ്ട് അവൻ്റെ യൂസൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ലാസ്റ്റ് ലെഗ് എത്തി. ഞാൻ പറയാം, പോക്കിമോൺ ഇറങ്ങിയ സമയത്ത്, പോക്കിമോൺ മറ്റേ മറ്റേ സ്ട്രീറ്റ് കൊടുക്കണം, അന്ന് ഇറങ്ങിയ ഫോണാണ്. അന്ന് റിട്ടയർ ചെയ്ത ഫോണാണ് അവൻ. സോ അത്രയും നാൾ അവൻ യൂസ് ചെയ്തു. ആൻഡ് ഇത് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു പുതിയ മോഡേൺ ഫോൺ വേണമെന്നുള്ള സിറ്റുവേഷൻ ആയപ്പോൾ അവൻ വേറെ ഫോൺ എടുത്തിട്ട് ഹി ഗേവ് മീ ദിസ്. ബട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇതിനകത്താണ് എൻ്റെ ആദ്യത്തെ ഫോട്ടോസ് എടുത്തത്, ഇതിനകത്താണ് എൻ്റെ ആദ്യത്തെ വീഡിയോസ് എല്ലാം ഇതിലാണ്. ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് എടുക്കുന്നത്, വാട്സാപ്പ് എടുക്കുന്നത്, എവറിത്തിങ് വാസ് ഓൺ ദിസ് ഫോൺ. എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ കരിയർ, എവറിത്തിങ് സ്റ്റാർട്ടഡ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഗായ്. ആൻഡ് യാ, ഇപ്പം വർക്ക് ചെയ്യാനുള്ള ചാർജൊന്നുമില്ല, ഇറ്റ്സ് ഡെഡ് നൗ. ബട്ട് ഞാൻ ഒരു മെമ്മറി പോലെ ഇത് സൂക്ഷിച്ചേക്കുക. ഐ വോണ്ട് ഗിവ് ദിസ് ടു എനിവൺ. ദിസ് ഇസ് മൈൻ. ഗൂഗിളെ ചോദിച്ചാലും തരില്ല. ബട്ട് യാ, ഐ റിയലി മിസ് ദിസ് ഗൈ. ടോക്കിംഗ് അബൌട്ട് ദ ഗിയർ ദാറ്റ് ഐ യൂസ് റൈറ്റ് നൗ. തുടക്കത്തെ 1-2 വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യു വിൽ നോ ഇറ്റ് വാസ് ഷോട്ട് ഓൺ ദിസ് ഗൈ റൈറ്റ് ഹിയർ. ഫോക്കസ് അവിടെ. ഇറ്റ് ഈസ് ദി iPhone 14. നൗ ഐഫോൺ വിരോധി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ഐഫോൺസിനോട് ഭയങ്കര ഒരു വിരോധിയായിരുന്നു. ബട്ട് ഐ നീഡഡ് ദിസ് അറ്റ് ദാറ്റ് ടൈം. കാരണം അന്ന് എനിക്ക് ക്യാമറയോ DSLR ഒന്നുമില്ല. ദ ഓൺലി തിങ് ഐ ഹാഡ് വാസ് മൈ ഫോൺ. ആൻഡ് ലൈക്ക് യു സോ ബിഫോർ, ഞാൻ ഫ്രഷായിട്ട് ഫോണൊന്നും അങ്ങനെ മേടിക്കാറില്ല. എനിക്കെപ്പോഴും ഫ്രണ്ട്സ് ഗിഫ്റ്റ് തരിക, അല്ലെങ്കിൽ അവരുടെ പഴയ ഫോൺ, അതൊക്കെ വെച്ചാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് യാ, ദിസ് വാസ് ദി ഫസ്റ്റ് ഫോൺ ഫുള്ളി പെയ്ഡ് ബൈ മീ. ഞാൻ മേടിച്ചത് EMIയിലാണ് മേടിച്ചത്, ഞാൻ അത്ര പണക്കാരനല്ല. ബട്ട് ഫുള്ളി പെയ്ഡ് ബൈ മീ. എൻ്റെ സ്വന്തം ചോരയിലുണ്ടാക്കിയ ഫോൺ വാസ് ദിസ് ഗൈ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം മേടിച്ചതാണ്. എനിക്ക് ഐഫോൺ അല്ലാതെ ഒട്ടും ഇഷ്ടമല്ല, അതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്ടമല്ല, അതിൻ്റെ ഒരു സാധനം എനിക്കിഷ്ടമല്ല. ഐ ഹേറ്റ് ഐഫോൺസ്. ബട്ട് വെൻ വി ടോക്ക് അബൌട്ട് വീഡിയോ, വെൻ വി ടോക്ക് അബൌട്ട് ദ തിങ്സ് ദറ്റ് ഇറ്റ് ക്യാൻ ക്യാപ്ചർ, ഇതിപ്പോൾ 3 സീരീസ് ബിഹൈൻഡാണ്. ഇപ്പോൾ 17 Pro ഒക്കെ ഇറങ്ങിയ സമയത്തും ഇതിനകത്ത് എടുക്കുന്ന വീഡിയോസ്, ഇതിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട്, അത് ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിലിടാം. ദർ ഇസ് നോ ഇഷ്യൂസ് വാട്ട്സോ എവർ. ഇതിനകത്ത് മ്യൂസിക് വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാം. ഐ ഹവ് ഷോട്ട് മ്യൂസിക് വീഡിയോസ് ഓൺ ദിസ്, ഐ ഹവ് ഷോട്ട് കോൺസേർട്സ് ഓൺ ദിസ്. ആൻഡ്
this guy is my workhorse. ഇപ്പോൾ ബാറ്ററി ഒക്കെ മാറ്റി പുത്തനാക്കി ഇവനെയും കൊണ്ട് മുംബൈയിൽ പോകുന്ന ദിസ് വിൽ ഓൾസോ ബി ദ ബട്ട് ഇവനെയും കൊണ്ടായിരിക്കും പോകുന്നത്. ബട്ട് യാ ദാറ്റ് ഈസ് മൈ സെക്കൻഡ് ലാസ്റ്റ് ക്യാമറ പർച്ചേസ്. ബട്ട് ദ മെയിൻ ഗായ് ഇവനാണ്. അപ്പോൾ അവനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ലെറ്റ്സ് ജസ്റ്റ് സ്വിച്ച് ദിസ്. സോ ഐ കീപ് ദിസ് ഹിയർ ആൻഡ് യു വിൽ സീ വാട്ട് ഐ ആം ഷൂട്ടിംഗ് വിത്ത്. സോ യാ ഓക്കെ. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് മൈ iPhone 14 ആൻഡ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം. ഇപ്പോഴും I get emotional when I see this. But yeah, I got the biggest thing that I've ever wanted ever. Still feels like a dream. But yeah, it's this guy. The Canon EOS R6 Mark I, and it's my first camera. ഞാൻ ആദ്യമായിട്ട് മേടിച്ച എൻ്റെ സ്വന്തം ക്യാമറ. Like, I don't have to beg for anyone else. I don't want to ask anyone else. I don't want to do anything. റെൻറ്റിന് എടുക്കണ്ട, ഒന്നും പേടിക്കണ്ട. This is mine. And it's still a dream come true. ലൈക്ക് ഇത് മേടിച്ചത് ക്യാമറ സ്കാനിൽ നിന്നാണ്. ഇറ്റ് കോസ്റ്റ്, ഓക്കെ ഐ വിൽ ഷോ ദിസ് ടു യു. ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ സീ ഇറ്റ്. 90,000 ഫോർ ദ ക്യാമറ. ലെൻസ് ആസ് വെൽ. ഈ ലെൻസും മേടിച്ചു. ദ ലെൻസ് വാസ് അറൗണ്ട് 20-30K. Yeah, 20K. So it cost me 1.1 lakh for this and this. Wait, I'll show it to you. This is what it will look like. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ 85mm ലെൻസും എൻ്റെ Canon EOS R6. ഇറ്റ്സ് വർത്ത് എവറി പെനി ഇഫ് യു ആസ്ക് മീ. വ്ളോഗ് എടുക്കാൻ, ഫോട്ടോഗ്രാഫി ആണെങ്കിലും, ലൈക്ക് കാർ ഫോട്ടോഗ്രാഫി, ആൾക്കാരുടെ വീഡിയോസ്, ഫോട്ടോസ്, ഇൻ എവറി ആസ്പെക്റ്റ് ദിസ് തിങ് ഇസ് ജസ്റ്റ് പെർഫെക്റ്റ്. പ്രൈസ് റേഞ്ചും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് എല്ലാ മാസം EMI പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് തീ പോവും. ബട്ട് യാ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഈ ക്യാമറ ബാഗ് വിത്ത് മീ. സോ ഐ ഷോ ദിസ്. അപ്പോൾ തിരിച്ച് ക്യാമറ വയ്ക്കില്ലെന്ന് പറഞ്ഞാൽ ബട്ട് സ്റ്റിൽ ഐ ഷോ വാട്ട്സ് ഇൻസൈഡ് ദിസ്. ഒരു ടോപ്പ് ഡൗൺ വ്യൂ പോലെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ക്യാമറ ബാഗ്. ഫോട്ടോമേടെ നമ്മൾ ക്യാമറ സ്കാനിൽ തന്നെ മേടിച്ച ബാഗാണ്. സോ ദിസ് ഇസ് വാട്ട് ഐ യൂസ്. ഞാൻ എപ്പോൾ വ്ളോഗിന് ഇറങ്ങിയാലും എന്തിനിറങ്ങിയാലും ദിസ് ഇസ് വാട്ട് ഐ ടേക്ക് വിത്ത് മീ. Now if I open this, you will see that കുറച്ച് പാക്ഡ് ആണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. So I'll go through it first. First thing is my notebook. Now ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടാസ്ക് എഴുതാനും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ ടാസ്ക് എഴുതാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇന്നത്തെ ടാസ്ക് ആണെങ്കിൽ ഗിയർ ഐ യൂസ് ഫോർ ഷൂട്ടിംഗ് അല്ല, ഏതാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ ഉണ്ടാവും. സോ ദാറ്റ്സ് വാട്ട് ഐ യൂസ് ദിസ് ഫോർ. ഓക്കെ, ആൻഡ് ഐ ഓൾസോ ഹാവ് എ പെൻ യൂണിബോളിൻ്റെ പെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. സോ ദിസ് ഈസ് മൈ യൂഷ്വൽ നോട്ട് ടേക്കിംഗ് ഡിവൈസ്. ഇതിനകത്ത് ഞാൻ നോട്ട്സ് എല്ലാം എടുക്കുക. ഓക്കെ, സോ ഐ ഓൾവേസ് ഹാവ് എ ഡെക്ക് ഓഫ് കാർഡ്സ് വിത്ത് മീ. ലൈക്ക് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആരുടെയും കൂടെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ടു പ്ലേ വിത്ത് ഇറ്റ്. ഫേവറേറ്റ് കാർഡ് റൈറ്റ് ദ. So I always have a deck of cards with me. Now this is just lens hoods and stuff like that. നമ്മൾ ലെൻസും കൊണ്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതിന് പ്രൊട്ടക്ഷൻ വേണം. സോ ഐ ജസ്റ്റ് കീപ് ഓൾ ദാറ്റ് ഹിയർ. നെക്സ്റ്റ് ചാർജർ. യു കാൺട്ട് ഗോ റോങ് വിത്ത് ഹാവിങ് എ ചാർജർ. സോ ഐ പ്ലഗ് മൈ ക്യാമറ ഇൻ എവറി ഡേ, മേക്ക് ഷുവർ ഇറ്റ്സ് ഫുൾ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങാം. നൗ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്വിസിഷനാണ്, ഹോളി ലാൻഡ്. സോ നമ്മൾ വ്ളോഗിൽ പറഞ്ഞായിരുന്നു, ബട്ട് ഇൻ കേസ് യു മിസ്ഡ് ഇറ്റ്, ഇത് ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. സോ ഐ എം യൂസിങ് വൺ റൈറ്റ് നൗ. ബട്ട് യാ ദിസ് ഇസ് ദി കേസ്. ഇതിനകത്ത് നമുക്ക് DSLR അഡാപ്റ്റർ ഉണ്ട്. ഇത് സെക്കൻഡ് മൈക്കാണ് വേറെ ആൾക്ക് കൊടുക്കാൻ. ഇവിടെ ഐഫോണിൽ കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ കിട്ടും ആൻഡ് ഇവിടെ ഒരു മൈക്കും കിട്ടും. സോ ഐ എം വെയറിങ് ദാറ്റ് റൈറ്റ് നൗ. സോ യാ ദാറ്റ്സ് ഹിയർ. ആൻഡ് ഐ ഓൾസോ ഹാവ് ഡെഡ് ക്യാറ്റ്സ് ഫോർ ദാറ്റ്. സോ മൈക്കിൻ്റെ മുകളിൽ വിൻ നോയ്സ് കട്ട് ചെയ്യാനുള്ള ഡെഡ് ക്യാറ്റാണിത്. ആൻഡ് ഓൾസോ ചാർജിങ് കേസ്. സോ ചാർജ് ചെയ്യാനുള്ള കേബിളും ഉണ്ട്. So that is the Holy Land. Holy Land in the mic. So it's been using every day.
നിങ്ങളിപ്പോൾ വ്ളോഗ് കേൾക്കുന്നതൊക്കെ അതിൽ നിന്നാണ്. സോ ഇറ്റ്സ് റിയലി ഹാൻഡി. I also have a power bank with me, so you can never go wrong with a power bank. Always fully charged, type A, type C, so I can always plug in whatever I want. Cable and down, so I always keep a cable here and a backup SD card. ഇത് ഫ്രണ്ടിൻ്റെയാണ്, തിരിച്ചു കൊടുക്കാനുള്ള. ബട്ട് യാ, ഒരു കേബിൾ ഉണ്ടാവും, ഒരു ബാക്കപ്പ് SD കാർഡ് ഉണ്ടാവും. Now the kit lens, ഇത് നമ്മുടെ ക്യാമറയുടെ കൊടുക്കേണ്ട കിറ്റ് ലെൻസ് ആണ്. സോ ഇറ്റ്സ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. But yeah, you can zoom into 55, you can zoom out, so in that way it's good. ഇതാണ് മറ്റേ കാറിൻ്റെ അകത്ത് വ്ളോഗ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നത്. സോ ദാറ്റ്സ് ദിസ് ലെൻസ്. ദിസ് ഈസ് ദ 50mm. സോ നമ്മൾ ഇന്നലെ പോയി എടുത്ത 50mm ഇതാണ്. സോ യു ക്യാൻ സീ ദ ലെൻസ് ഹിയർ. ഇറ്റ്സ് എ pretty good lens. Like I said, beginners, if you are watching this, definitely buy this lens. I will always suggest this over any other lens that I have. So I keep that over here. ഇത് കാർ ഫോട്ടോസ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കാറിൻ്റെ അകത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇരുട്ടാണെങ്കിൽ ഐ യൂസ് ദാറ്റ്. Now the main piece always stays here. ഇത് നമ്മുടെ Canon EOS R6, like I said. ഇതിനകത്ത് എപ്പോഴും ലെൻസ് ഉണ്ടാവും. യൂഷ്വലി ഈ 2 ലെൻസായിരിക്കും, ബട്ട് ഇന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതിട്ടതാണ്. I always have a tripod stand here. ഇത് ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഓൾവേസ് ഹാവിങ് ദ ബാറ്ററി. സോ I always have the battery inside. And also the memory cards are into. മറ്റേ ലിറ്റിൽ സ്വൈപ്പ് പോയി കഴിഞ്ഞിട്ട് പഠിച്ച അനുഭവമാണ്. കാർഡ് എപ്പോഴും ഇതിനകത്ത് ഇടാം. സോ I always have that in. So yeah, that's basically it. So these are the things that I have in my camera bag. ഇത് വെച്ചാണ് വ്ളോഗൊക്കെ എടുക്കുക. എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ദീസ്. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഗിയർ വിത്ത് മീ. ഇത്ര നാൾ ഇത് ഈ ഐഫോൺ മാത്രമേ ഉണ്ടായുള്ളൂ, ബട്ട് നൗ ഇറ്റ്സ് ദിസ് ആസ് വെൽ. ഇനി ആൾക്കാർക്ക് ഞാൻ ഈ ഷോട്ട് എങ്ങനെ എടുത്തു എന്നറിയണമെങ്കിൽ എൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മെസ്സാണ്. ബട്ട് യാ, എൻ്റെ മെയിൻ ട്രൈപോഡ് ഇതാണ്. ട്രൈപോഡിൻ്റെ ഹെഡ് ഇത്. അപ്പോൾ ഹെഡിൽ നിന്ന് ഞാൻ ഇത് ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, ട്രൈപോഡിൻ്റെ ഹെഡിൽ നിന്ന് ഞാൻ ഇവിടെ ചാർജിങ് കേബിൾ വെച്ച് കെട്ടി വെച്ചേക്കുവാണ്. സോ ഇഫ് യു ക്യാൻ സീ ഇറ്റ്, ചാർജിങ് കേബിൾ വെച്ച് കെട്ടി എൻ്റെ സെൽഫി സ്റ്റിക്കിലെ അറ്റത്താണ് ഇപ്പോൾ ഫോൺ ഇരിക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ ഐ ഷോട്ട് ദാറ്റ്. ജസ്റ്റ് സെയിങ്, you don't need fancy equipment to focus on lale. Okay, so you don't need fancy equipment. You just have to do jugaad like this and you can still get great content. So yeah, that's the gear that I use. So idakku udukki vekkate. I am reiterating this is excessive for the things that I do. Idu onninte avashyamilla. All you need is a phone and something to say. So that's what I have. എനിക്ക് സംസാരിക്കാനായിട്ട് കുറേ ഉണ്ട്. ഞാൻ ബ്ലാ അടിച്ചിങ്ങനെ പോവും. ബട്ട് അത് കുറച്ച് കുറയ്ക്കണമെന്ന് മനസ്സിലായി. ഇന്നലത്തെ വ്ളോഗ് 30 മിനിറ്റ് ആയിരുന്നു. സോ ഹോപ്പിംഗ് ദാറ്റ് വാസ് നോട്ട് ബോറിംഗ് ഫോർ യു. ആൻഡ് ജസ്റ്റ് ലെറ്റ് മീ നോ ഇഫ് യു ഫീൽ ലൈക്ക് ഐ നീഡ് ടു കട്ട് ഷോർട്ട് ഓൺ ദ യാപ്പിംഗ് ഓർ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ. ബട്ട് യാ, ദാറ്റ് ഈസ് ജസ്റ്റ് ദ തിങ്സ് ദാറ്റ് ഐ ഡു ടു ഷൂട്ട്. എപ്പോഴും വീട്ടിൽ വരാം, ഫുട്ടേജ് ഇടുക, ഒരു 3 മണിക്കൂർ എഡിറ്റ് ചെയ്യുക, കിടന്നുറങ്ങാം. ദാറ്റ് ഈസ് മൈ ഡേ ടു ഡേ സ്കെഡ്യൂൾ റൈറ്റ് നൗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഐ നോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണെന്ന്. ഈ എൻ്റെ ജേർണി ഫോളോ ചെയ്യുക, ഡെയിലി എന്താ നടക്കണേന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇറ്റ് ഹെൽപ്സ് മീ, മോട്ടിവേറ്റ്സ് മീ, ആൻഡ് യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ ദാറ്റ് ഐ ആം അപ്ലോഡിങ് എ വീഡിയോ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ റെബിളൊക്കെ കുടിച്ച് ഇനി പതിയെ കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ. ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.